നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ജനുവരിയിലെ പൂരം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. ഈ വർഷം ജനുവരിയിൽ മനുഷ്യരാശി സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക വഴിത്തിരിവായി മാറുമെന്നാണ് ഗ്രഹവിന്യാസങ്ങൾ സൂചിപ്പിക്കുന്നത്. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 11ാമത്തേതായ പൂരം നക്ഷത്രത്തിന് ഈ കാലഘട്ടം സമ്മിശ്രവും എന്നാൽ ആത്മീയമായ ഉണർത്തുന്നതുമായ അനുഭവങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ചിങ്ങരാശിയിൽ 13°20' മുതൽ 26°40' വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രത്തെ ഭരിക്കുന്നത് ആനന്ദത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ശുക്രനാണ്. 2026 ജനുവരി മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ, പ്രത്യേകിച്ചും ശനിയുടെ 8ാം ഭാവത്തിലെ സഞ്ചാരവും വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനവും പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് വിശദമായി നോക്കാവുന്നതാണ്. 2026 ജനുവരിയുടെ ആരംഭം തന്നെ പ്രായോഗികമായ തീരുമാനങ്ങൾക്കും ദീർഘകാല ആസൂത്രണങ്ങൾക്കും വഴിയൊരുക്കുന്ന ബുധന്റെ മകരൻ രാശിയിലേക്കുള്ള പ്രവേശനത്തോടെയാണ്. ജനുവരി മാസം കേവലം ഒരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഗ്രഹമാറ്റത്തിന്റെ തുടക്കമായാണ് പറയുന്നത്. നെപ്റ്റ്യൂൺ പോലുള്ള ബാഹ്യ ഗ്രഹങ്ങൾ ജനുവരി 26 മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ചിന്താഗതികളിൽ വലിയ വിപ്ലവത്തിന് കാരണമാകും. പൂരം നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ദേവതയായ ഭഗനെ അവഗണിക്കാൻ കഴിയുന്നതല്ല. ആദിത്യന്മാരിൽ ഒരാളായ ഭഗൻ ഭാഗ്യത്തിൻ്റെയും വിവാഹസുഖത്തിൻ്റെയും ഭൗതിക നേട്ടങ്ങളുടെയും അധിപനാണ്. പൂരം നക്ഷത്രക്കാർക്ക് സഹജമായി ലഭിക്കുന്ന ആത്മവിശ്വാസവും ആകർഷണ ശക്തിയും ശുക്രന്റെയും സൂര്യന്റെയും സംയുക്ത സ്വാധീനമാണ്. എന്നാൽ ഇവർ അമിതമായ ആഡംബരപ്രിയരും ചിലപ്പോഴൊക്കെ മടിയുള്ളവരുമായി മാറാൻ സാധ്യതയുണ്ട്. കിടക്കയുടെ മുൻകാലുകൾ എന്ന അടയാളം വിശ്രമത്തെയും പ്രത്യുൽപാദന ശേഷിയെയും സുഖഭോഗങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. 2026 ജനുവരിയുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ പൂരം നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന ചിങ്ങക്കാരെ സംബന്ധിച്ച് അഷ്ടമശനി തുടരുന്നത് ഒരു വെല്ലുവിളിയാണ്. ശനി ഇപ്പോൾ മീനൻ രാശിയിൽ 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് കരിയറിലും ആരോഗ്യത്തിലും മന്ദതയുണ്ടാകാം. എന്നാൽ ജനുവരി മാസം മകരൻ രാശിയിലേക്ക് ഗ്രഹങ്ങൾ മാറുന്നത് വലിയൊരു ആശ്വാസവുമാണ്. 6ാം ഭാവത്തിലെ ഈ ഗ്രഹവിന്യാസം ശത്രുദോഷം മാറാനും തടസ്സങ്ങൾ നീങ്ങാനും സഹായിക്കും. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി ആദ്യ പകുതിയിൽ ഭാഗ്യദായകമായ പല അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും ചേർന്ന് ജനുവരി 2ാം പകുതിയോടെ മകരത്തിൽ ഒരുമിക്കുന്നത് കരിയറിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടുവരും. ജനുവരി 18 അമാവാസി തൊഴിൽ മാറ്റത്തിനോ പുതിയ സംരംഭങ്ങൾക്കോ അനുയോജ്യമാണ്. പക്ഷെ പൂരം നക്ഷത്രത്തിന്റെ സഹജമായ മടി ഉപേക്ഷിക്കണം. എങ്കിൽ മാത്രമേ ഈ ഊർജത്തെ പ്രയോജനപ്പെടുത്താൻ കഴിയൂ. പൂരം നക്ഷത്രക്കാർ പൊതുവെ കലാപരമായും സർഗാത്മകമായും കഴിവുള്ളവരാണ്. ജനുവരി മാസത്തിൽ ഇവരുടെ കഴിവുകൾക്ക് വലിയ പ്രശംസയും ലഭിക്കും. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവ് ക്രിയേറ്റീവ് പ്രൊഫഷണലുകൾക്ക്, അതായത് കലാകാരന്മാർ, ഡിസൈനർമാർ, എഴുത്തുകാർ എന്നിവർക്ക് സുവർണകാലമാണ്. കരിയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജനുവരി 21 സൂര്യ-ബുധ സംയോഗം വളരെ ശ്രദ്ധേയമാണ്. ഇത് ബിസിനസ് ചർച്ചകളിൽ പൂരം നക്ഷത്രക്കാർക്ക് വലിയ വിജയം നൽകും. എന്നാൽ സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായുള്ള തർക്കങ്ങൾ ശ്രദ്ധിക്കണം. അഷ്ടമശനി ജോലിയിൽ അല്പം മന്ദതയോ സമ്മർദ്ദമൊക്കെ ഉണ്ടാകാം. അതിനാൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. സാമ്പത്തികമായി ജനുവരി മാസം പൂരം നക്ഷത്രക്കാർക്ക് ശുഭകരമായ തുടക്കമാണ് നൽകുന്നത്. 10ാം ഭാവത്തിലെയും 11ാം ഭാവത്തിലെയും വ്യാഴത്തിന്റെ അനുഗ്രഹം സാമ്പത്തിക നേട്ടങ്ങൾക്കും കാരണമാകും. വ്യാഴം മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് പൂരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വമാണ് നൽകുന്നത്. സുഹൃത്തുക്കളിൽ നിന്നും നെറ്റ്വർക്കുകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ ജനുവരി പകുതിയോടെ അമിതമായ ആഡംബര ചെലവുകൾ വർദ്ധിക്കാനും സാധ്യത പറയുന്നു. ശുക്രന്റെ സ്വാധീനത്തിൽ അനാവശ്യമായ പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കി ഒരു ബജറ്റ് തയ്യാറാക്കുന്നത് വർഷാവസാനം വരെ ഗുണം ചെയ്യുന്നതാണ്. ഭഗദേവതയുടെ സ്വാധീനമുള്ള പൂരം നക്ഷത്രം പ്രണയത്തിനും ദാമ്പത്യ സുഖത്തിനും പേരുകേട്ടതാണ്. ജനുവരി ആദ്യ പകുതിയിൽ ബന്ധങ്ങളിൽ പുതിയ ഉണർവ് നൽകും. വിവാഹിതരായ പൂരം നക്ഷത്രക്കാർ പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കണം. 7ാം ഭാവത്തിലെ രാഹു ബന്ധങ്ങളിൽ ചില പരീക്ഷണങ്ങൾ കൊണ്ടുവരും. തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതെ നോക്കണം. ജനുവരി 14 ബുധൻ വ്യാഴവുമായി എതിർ നിൽക്കുന്ന സമയം സംസാരത്തിൽ നിയന്ത്രണം വേണം. അവിവാഹിതർ പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ ജനുവരി 18 അമാവാസി അനുകൂലമായി പറയുന്നു. അഷ്ടമശനി തുടരുന്നത് കൊണ്ട് ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ചയരുത്. പ്രത്യേകിച്ചും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദരരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം അല്പം തളർച്ചയോ ഊർജ്ജക്കുറവോ ഒക്കെ തോന്നാം. സൂര്യന്റെയും ശനിയുടെയും സ്വാധീനം മൂലം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളോ രക്തസമ്മർദ്ദമോ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. യാത്രാവേളകളിൽ അപകട സാധ്യത ഉള്ളതിനാൽ വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത വേണം. കൃത്യമായ യോഗയും ഭക്ഷണക്രമവും പാലിക്കുന്നത് ശനിയുടെ കാഠിന്യം കുറയ്ക്കും. പൂരം നക്ഷത്രത്തിന്റെ ദേവതയായ ഭഗനെ ആരാധിക്കുന്നത് ഭാഗ്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കും. ഓം ഭഗായ നമഃ എന്ന ദിവസവും ജപിക്കുക. ശനിയാഴ്ചകളിൽ ശനി ക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുക. ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും. കറുത്ത വസ്ത്രം, ഭക്ഷണം എന്നിവ ദാനം ചെയ്യുന്നത് ഉചിതമാണ്.
വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുക. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. വെള്ളിയാഴ്ചകളിൽ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശുക്രന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. തിങ്കളാഴ്ചകളിൽ ക്ഷീരധാരയോ കൂവളത്തിലെയോ അർച്ചന നടത്തുക. പ്രദോഷവൃതം ജനുവരി 1, 16, 30 അനുഷ്ഠിക്കുന്നത് സർവ്വ വിഘ്നങ്ങളും നീക്കാൻ സഹായിക്കും. പൂരം നക്ഷത്രക്കാർ ഈ മാസം യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 2026 ജനുവരിയിൽ ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഭൂകമ്പ സാധ്യതകളും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ജനുവരി 3 പൗർണമി സമയത്ത് ഉത്തരേന്ത്യയിലും നേപ്പാളിലും കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും ഭൂചലനത്തിനും സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. കൂടാതെ ചൊവ്വയുടെയും സൂര്യൻ്റെയും സ്വാധീനം മൂലം അഗ്നിബാധകൾ, വൈദ്യുതി അപകടങ്ങൾ എന്നിവയിൽ ജാഗ്രത പാലിക്കാൻ പൂരം നക്ഷത്രക്കാരോടും ചിങ്ങക്കൂറുകാരോടും നിർദ്ദേശിക്കുന്നുമുണ്ട്.